ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങളും തിന്മകളും ചെയ്ത മനുഷ്യനാണ് ഞാൻ. ഈ തെറ്റുകുറ്റങ്ങളും തിന്മകളുമെല്ലാം ചെയ്ത എനിക്ക് ഫഹല്ലി മിൻ തൗബ, പ്രവാചകരെ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഹല്ലക മിൻ ഉമ്മുൻ, നിൻ്റെ ഉമ്മ നിൻ്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. ആ മനുഷ്യന് പറഞ്ഞില്ല, ഇല്ല പ്രവാചകരെ, എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല എന്ന്. വീണ്ടും ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഹല്ലക മിൻ ഖാല, എങ്കിൽ നിൻ്റെ ഉമ്മയുടെ സഹോദരിയോ നിൻ്റെ ഉപ്പയുടെ സഹോദരി ആരെങ്കിലും നിൻ്റെ വീട്ടിലോ കുടുംബത്തിലോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ മനുഷ്യന് പറഞ്ഞു, നഅം പ്രവാചകരെ, എൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. എങ്കിൽ നീ അവർക്ക് നന്മകൾ ചെയ്യുക, എങ്കിൽ നിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ച് കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയുകയാണ്. ഗുരുതരമായ പാപങ്ങൾ ചെയ്ത്, വലിയ തെറ്റുകൾ ചെയ്ത് അതിന് പരിഹാരം അന്വേഷിച്ച് വന്ന മനുഷ്യനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മകൾ ചെയ്യുക, എങ്കിൽ നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രിയരെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ടാളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. മക്കളായ നമ്മൾ പരിഗണിക്കേണ്ട രൂപത്തിൽ അവരെ പരിഗണിക്കുന്നുണ്ടോ? മക്കളായ നമ്മൾ സ്നേഹിക്കേണ്ട രൂപത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്ഥാനവും വിലയും എന്താണെന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. കൂടെയൊന്നും ഉണ്ടാകണമെന്നില്ല പ്രിയരെ. അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാലം അവരെ സ്നേഹിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനുമൊക്കെ മക്കളായ നമുക്ക് സാധിക്കണം. അതിന് വലിയ പുണ്യമുണ്ട്, അതിന് വലിയ പ്രതിഫലമുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്.